സഹോദരങ്ങളെ, ആരോഗ്യരംഗത്തിന്റെ അടിത്തറയായ നഴ്സുമാർ ഇന്നവരുടെ ജീവിതോപാധി ഉറപ്പാക്കാൻ 40,000 രൂപ മിനിമം വേതനം ആവശ്യപ്പെട്ട് സമരത്തിലുണ്ട്. ഇതൊരു വേതനാവശ്യത്തിനു മീതെ സാമൂഹിക നീതിയുടെ ആവശ്യമാണ്. ധാർമ്മിക വശം: നഴ്സുമാരുടെ വേതനം വർഷങ്ങളായി നിലച്ചിരിക്കുകയാണ്. ജീവിതച്ചെലവ് ഉയർന്ന സാഹചര്യത്തിൽ മാന്യമായ വേതനം ആവശ്യപ്പെടുന്നത് അവരുടെ അവകാശമാണ്. ആരോഗ്യരംഗം നിലനിർത്തുന്നത് ഡോക്ടർമാരുടെ കഴിവിനൊപ്പം നഴ്സുമാരുടെ കരുതലും സേവനവുമാണ്. അവരെ മാന്യമായി പ്രതിഫലിപ്പിക്കാതെ ആരോഗ്യരംഗം മുന്നോട്ടു പോകാനാവില്ല. മാലഖമാരുടെ മിനിമം വേതനം 40,000 രൂപയാക്കാനുള്ള സമരം ധാർമ്മികമോ? അങ്ങനെയാക്കിയാൽ ആരോഗ്യരംഗം തകരുമോ? ഇത് പ്രചോദനം ലൈഫിന്റെ അഭിപ്രായം മാത്രമാണ്. ഇത് പഠനത്തിന് ശേഷമാണ് തീരുമാനമെടുക്കേണ്ടത്. നോക്കൂ, ഇന്ന് കേരളത്തിൽ ഭാര്യ, ഭർത്താവ്, കുഞ്ഞ് എന്നിവരുള്ള ഒരു കുടുംബത്തിൽ ഒരു മാസം ഏകദേശം എത്ര ചെലവ് വരുമെന്ന് നോക്കൂ. അരി, പലചരക്ക് സാധനങ്ങൾ 3,000 രൂപ, പച്ചക്കറി 2,000 രൂപ, പാല് 1,500 രൂപ, ഗ്യാസ് 500 രൂപ, വൈദ്യുതി 400 രൂപ, നികുതി 150 രൂപ, വസ്ത്രം 3 മാസത്തിൽ ഒരു ഡ്രസ്സ് എടുക്കുമെന്ന് കരുതുക, 2,000-3,000 രൂപ, വർഷത്തിൽ 4 തവണ, അപ്പോൾ മാസം 1,000 രൂപ. അസുഖങ്ങളൊന്നുമില്ലാത്തവരുടെ കാര്യം: എന്തെങ്കിലും ചികിത്സാ ചെലവ് 1,000 രൂപ, ബന്ധുതിരുന്ന് നോർമൽ 1,000 രൂപ, യാത്രാ ചെലവ് ഏകദേശം 1,500 രൂപ, ദൂരമനുസരിച്ച് വ്യത്യാസപ്പെടും, സ്നാക്സ് ഔട്ടിംഗ് 2,000, കുട്ടികളുടെ ഫീസ്: സർക്കാർ സ്കൂളിൽ ഒരു ചെലവും വരുന്നില്ല, മറ്റു സ്കൂളിൽ 2,000 രൂപ, നിക്ഷേപം 3,000 രൂപ, സംഭാവനാ ദാനം 500 രൂപ, മറ്റു ചെലവുകൾ 1,500 രൂപ. ഇതൊരു ഇടത്തരം കുടുംബത്തിന്റെ ബഡ്ജറ്റാണ്. ഇതിൽ അഭിമാനത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കും. എന്നിരുന്നാലും ഏകദേശം 20,000 രൂപ ലഭിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന് സന്തോഷകരമായി കഴിയാം. ഇനി മാതാപിതാക്കളെ സംരക്ഷിക്കാനോ വീട് വയ്ക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ലോണോ എടുക്കേണ്ടി വരുന്നവർ തീർച്ചയായും മറ്റു സമ്പാദ്യ വഴികൾ തേടേണ്ടിവരും. രണ്ടുപേരും ജോലിക്ക് പോകുകയോ സമ്പാദിക്കുകയോ ചെയ്യണം. നോക്കൂ, ഇത് ആരോഗ്യമുള്ള ഒരു ചെറിയ കുടുംബത്തിന്റെ കാര്യമാണ്. ഇതിവിടെ സൂചിപ്പിക്കാൻ കാരണം മിനിമം വേതനം 40,000 രൂപയാക്കണം എന്ന് പറയുന്നത് അധാർമികതയാവും. 20,000 രൂപയായി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കുക. അല്ലാത്തപക്ഷം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. മാലഖമാർക്ക് മാത്രമാണോ മിനിമം വേതനം വേണ്ടത്? ആശാവർക്കർമാർക്ക് വേണ്ടേ? തൊഴിലാളികൾക്ക് വേണ്ടേ? ആശുപത്രികളിലെ ശുചീകരണ പ്രവർത്തകർക്ക് വേണ്ടേ? മറ്റ് അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് 6,000 മുതൽ 12,000 രൂപയാണ് ലഭിക്കുന്നത്. അവർക്ക് വേണ്ടേ? കർഷകർക്ക് വേണ്ടേ? ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്. പ്രചോദനം ലൈഫ് നിങ്ങളുടെ സമക്ഷം ഒരു ചിന്ത വയ്ക്കുന്നു. ആലോചിച്ചു നോക്കൂ. മിനിമം വേതനം 40,000 രൂപയാക്കിയാൽ ചെറുകിട ആശുപത്രികൾ പൂട്ടേണ്ടിവരും, തൊഴിൽ ക്ഷാമം നേരിടും, ചികിത്സാ ചെലവ് വർദ്ധിക്കും, വൻകിട കുത്തക മാഫിയ ആരോഗ്യരംഗം കൈയടക്കും. ഭീമമായ ചെലവ് എല്ലാവർക്കും ഇൻഷുറൻസ് നിർബന്ധമാക്കും. അത് പ്രീമിയത്തിലും വർധനവുണ്ടാവും. ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നത് ചികിത്സയ്ക്കായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അതിവിടെ തൊഴിൽ നഷ്ടമുണ്ടാക്കും. പ്രിയരെ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ 40,000 രൂപ മിനിമം വേതനമാക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ അവർ ലാഭകരമാക്കാൻ എന്തു ചെയ്യും? നിലവിലെ സ്റ്റാഫുകളെ കുറയ്ക്കും. ഇപ്പോഴത്തെ സാഹചര്യമെന്താണ്? എല്ലാവരും കാഷ്വാലിറ്റിയിലെ കാര്യം മാത്രമാണ് വിലയിരുത്തുന്നത്. അഡ്മിറ്റാകുമ്പോൾ നഴ്സിംഗ് ഡ്യൂട്ടിക്ക് എത്ര പേരാണ് വരുന്നതെന്ന് നോക്കൂ. 4ഉം 5ഉം പേരാണ്. യഥാർത്ഥത്തിൽ ഒരാൾ ചെയ്യേണ്ട ജോലിയാണ് 4 പേർ ചേർന്ന് ചെയ്യുന്നത്. അതൊക്കെ ഒഴിവാക്കപ്പെടും. അത് ജോലിഭാരം കൂട്ടും, പലർക്കും തൊഴിൽ ലഭ്യത കുറയും. പ്രിയരെ, ഇത് കേൾക്കുമ്പോൾ ശമ്പള വർധനവിന് എതിരാണ് എന്ന് കരുതരുത്. മിനിമം വേതനത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. കാലാകാലങ്ങളിൽ ശമ്പള വർധനവ് ആവശ്യമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ അതിനാണ് സമരം ചെയ്യേണ്ടത്. പ്രത്യാഘാതങ്ങൾ: ചെറിയ സ്വകാര്യ ആശുപത്രികൾക്ക് 40,000 രൂപ വേതനം നൽകുന്നത് വലിയ സാമ്പത്തിക ഭാരമാകും. ചിലത് അടച്ചുപൂട്ടപ്പെടാനും സാധ്യതയുണ്ട്. ചികിത്സാ ചെലവ് ഉയരാൻ സാധ്യതയുണ്ട്. മധ്യവർഗത്തിന് സാമ്പത്തിക സമ്മർദ്ദമുണ്ടാകും. പരിഹാരമാർഗങ്ങൾ: വേതനവർധന ഘട്ടം ഘട്ടമായി നടപ്പാക്കണം. ചെറു ആശുപത്രികൾക്ക് സർക്കാർ സബ്സിഡി നൽകണം. സർക്കാർ, ആശുപത്രി, തൊഴിലാളി 3 വിഭാഗങ്ങൾ ചേർന്ന് സമതുലിത പരിഹാരം കണ്ടെത്തണം. സാരാംശം: നഴ്സുമാരുടെ വേതനാവശ്യങ്ങൾ ധാർമ്മികമായി ശരിയാണ്. എന്നാൽ ആരോഗ്യരംഗം തകരാതെ നിലനിർത്താൻ സർക്കാർ ഇടപെടലും ഘട്ടം ഘട്ടമായ പരിഹാരവും അനിവാര്യമാണ്. തൊഴിലാളികളുടെ മാന്യതയും രോഗികളുടെ സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കുന്ന വഴിയാണ് നമ്മൾ തേടേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക.